നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോയാണ്. നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കടങ്കഥ പോലെയാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ സത്യസന്ധമായി നിന്നാലും പലപ്പോഴും നമുക്ക് കിട്ടുന്നത് നിരാശ മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി രാവും പകലും നമ്മളോടും സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചിരി കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും. പക്ഷെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല. ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ ഏറ്റവും വലിയ സങ്കടം ഇതുതന്നെയാണ്. നാളെക്കുറിച്ചുള്ള പേടി, കടങ്ങൾ എങ്ങനെ തീർക്കും എന്നുള്ള ആധി, മക്കളുടെ ഭാവി, ഇതൊക്കെ ഓർത്ത് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ നമ്മൾ തള്ളി നീക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതൊരു മൈൻഡ് റീഡിംഗ് വീഡിയോയാണ്. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മളിന്ന് തിരിച്ചറിയാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചിത്രം ഒരു രുദ്രാക്ഷത്തിന്റേതാണ്. രണ്ടാമത്തെ ചിത്രം മനോഹരമായ ഒരു സ്ഫടികത്തിന്റേതാണ്. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയെയോ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്താണോ അത് മനസ്സിൽ വിചാരിക്കുക. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഈ 2 ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് തീരുമാനിക്കുക. ആ ചിത്രം തിരഞ്ഞെടുക്കുക. കൂടുതലായി ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ചിത്രങ്ങൾ കണ്ടയുടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതാണോ കടന്നുവന്നത് ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രം രുദ്രാക്ഷം. ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായ രുദ്രാക്ഷം തിരഞ്ഞെടുത്ത ആളുകളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പോരാളിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ധൈര്യശാലിയായ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകളേറ്റ സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് ചതിയും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. സൈക്കോളജിക്കലി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും പെട്ടെന്ന് വിശ്വാസമാണ്. ആരെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. പക്ഷെ തിരിച്ചു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നന്ദികേട് മാത്രമേയുള്ളൂ. ഇനി നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി നോക്കിയാൽ പലപ്പോഴും പണം നിങ്ങളുടെ കയ്യിൽ വരും. പക്ഷെ അത് വന്ന വഴിക്ക് തന്നെ ചിലവായി പോകുന്നൊരവസ്ഥയാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ചുമലിൽ വീണിട്ടുണ്ടാകാം. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പങ്കാളിക്കു വേണ്ടിയൊക്കെ ജീവിച്ചവരാണ് നിങ്ങൾ. പക്ഷെ അതിനൊത്ത ഒരു വിലയോ സ്നേഹമോ സ്ഥാനമോ ഒന്നും നിങ്ങൾക്ക് പലപ്പോഴും തിരികെ കിട്ടാറില്ല. ആസ്ട്രോളജിക്കലി നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെയോ ചൊവ്വയുടെയോ ഒരു സ്വാധീനം ശക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് കാര്യം നേടണമെങ്കിലും മറ്റുള്ളവരെക്കാൾ ഇരട്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമൊന്നും നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് നിങ്ങളുടെ ഓരോ നേട്ടവും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങളുടെ ഭാവിയിലേക്കൊന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സത്യസന്ധത, അത് ഈ പ്രപഞ്ചം കണ്ടുകൊണ്ടേയിരിക്കുന്നു. വരും മാസങ്ങളിൽ സാമ്പത്തികമായി വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടഞ്ഞുകിടന്ന വഴികൾ തുറക്കപ്പെടും. ഒരുപക്ഷെ നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ കുറയാനുള്ള ഒരു വരുമാനമാർഗം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാനോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പ്രമോഷനുകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ കോപവും അമിതമായ വൈകാരികതയുമാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും അത് കഴിഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾ മാറ്റുക. അതുപോലെ ഇനി ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പണം കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴുമൊക്കെ ഒരു 100 തവണ അതിന്റെ വരുംവരായികകളെപ്പറ്റി ചിന്തിച്ച ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നടുവേദന, സന്ധിവേദന അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ് കാരണമുണ്ടാകുന്ന തലവേദന പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. സ്വയം നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന്. മറ്റുള്ളവർക്കു വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ, നിങ്ങൾക്കുവേണ്ടി ജീവിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുക.
ഇനി നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി കൂടി കുറച്ചു സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കാനായിട്ട് തുടങ്ങുക.